കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഒന്നിച്ചിട്ട് യാത്രയ്ക്ക് പോകട്ടോ. അപ്പം മഴ പെയ്തതുകൊണ്ട് നമ്മളെ നടന്നിട്ടുള്ള ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. മോണ്ടിനോഗ്രോയിൽ ബുധുവ, കോട്ടൂർ, ബാർ ഇങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള. അതിൽ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണുന്ന വ്യൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ ഈ ഷിപ്പ്, ബോട്ട്, പിന്നെ കണ്ടില്ലേ ഈ മലകൾ, അതേപോലെ ഈ സൈഡിലുള്ള വീടുകൾ, വില്ലകൾ, ടൂറിസ്റ്റായിട്ട് വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ മൊത്തം കുറേ ഒരു വെള്ളത്തിനെ ചുറ്റിപ്പറ്റി ഒരു വലിയൊരു പർവ്വതത്തിന് കീഴിൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള ലോകത്തിൽ എണ്ണപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ കോട്ടൂർ എന്ന് പറയുന്നത്. മോന് വാപ്പനോട് ഇതിനെപ്പറ്റി എന്തോ ഒരു കുറ്റം പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ വന്നാണ്. നമ്മളിപ്പോൾ കാണുന്ന സ്ഥലങ്ങൾ ശരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടില്ലെങ്കിൽ അത് ഇതേപോലെ തന്നെ കോട്ടൂരിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ആച്ച് കണ്ടില്ലെങ്കിൽ ഈ ആച്ചുകളിൽ അക്കരെ പോവും ഇക്കരെ വരും. നേരെപ്പുറം വലിയൊരു മാർക്കറ്റാണ്, ഫ്രീ മാർക്കറ്റാണ് നമ്മൾ കാണുന്ന ഇപ്പുറത്തെ സൈഡിൽ. അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കുറേ ആൾക്കാർ ടേബിളായിട്ട് ഇട്ടിട്ടിരിക്കുന്നതാണ്. നമുക്ക് പോയി കാണാം കേട്ടോ. ഇതിൻ്റെ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അവിടം വരെ റോഡുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ്. സമ്മർ ടൈമിന് അവിടേക്കൊക്കെ സർവീസും ടൂറിസ്റ്റുകൾക്കുള്ള വിസിറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ആ കണ്ടത് പള്ളി, അതേപോലെ കുറേ വീടുകൾ, എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഹോട്ടൽ പോലും ഉണ്ട് അവിടെ. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ സീസണും അല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറവായിരിക്കും. ഇവിടുത്തെ ബസ്സൊക്കെ കണ്ടില്ല നിങ്ങൾ, എന്ത് അടിപൊളി ബസ്സാണെന്നറിയോ. ആൾക്കാർക്ക് വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ എല്ലാ സ്ഥലത്തെയും പോലെ വലിയ ഹെവി ബസ്സൊന്നുമില്ല, ഒക്കെ സാധാ ക്യൂട്ടായിട്ടുള്ള ബസ്സാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ മാർക്കറ്റ് കാണാനും അതേപോലെ ഒരു കോഫി കുടിക്കാനും കൂടി വന്നാട്ടോ. ഇതാ ഈ കാണുന്ന സ്ഥലങ്ങളാണ് ശരിക്കും ഇവിടുത്തെ മാർക്കറ്റ്. ഇതിപ്പോൾ നമ്മൾ സീസൺ അല്ലാത്തതുകൊണ്ടാണ് കാണുന്നത്. കണ്ടില്ല നിങ്ങൾ എത്ര വലുപ്പമുള്ള കൗണ്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈ ഓരോ കൗണ്ടേഴ്സും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓരോ വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കോഫി കുടിക്കാമെന്നുള്ളൊരു ഐഡിയയിൽ, വലിയ മഴയൊക്കെ പെയ്ത് തണുത്തപ്പോൾ നമുക്കൊന്ന് കോഫി കുടിക്കാനുള്ള ഒരു ഐഡിയയിൽ വന്നതാട്ടോ. ഭയങ്കര തണുപ്പും മഴയെല്ലാം കൂടി ആയതുകൊണ്ട് ക്യാമറയിൽ വെള്ളമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കാണിക്കാതെ നിവൃത്തിയില്ല. ഈ മഴയത്ത് ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പണിയാണ്. കണ്ടില്ല നിങ്ങൾ ഈ ടേബിളുകൾ വെച്ചിട്ട് കണ്ടില്ലേ, ഓരോ ഷട്ടറിൽ കുറേ ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ ടേബിളിൽ വെഞ്ഞ് വെക്കുന്നത് വേറെയാണ്. അത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇത് ചെയ്തിരുന്ന ഇതിൻ്റെ സെക്യൂരിറ്റി, ഇതിൻ്റെ ജോലിക്കാരൊക്കെ ഇപ്പോൾ വെറുതെ നടക്കട്ടോ, സിഗരറ്റും വലിച്ച് നടക്കുക, ഇതന്നെ വരെ പരിപാടി. പിന്നെ ലേശം എന്താ പറയുക, കള്ളുടിക്കുക, ബീർ കുടിക്കുക, അതൊക്കെയാണ് വരെ പരിപാടികൾ. ഇവിടെ നമ്മൾ ഏത് ഭാഗം കാണുകയാണെങ്കിലും 500 വർഷം 800 വർഷമൊക്കെ പഴക്കമുള്ള ഓരോരോ കോട്ടകളും അതിൻ്റെ ബാക്കിയുള്ള കേവ് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അതല്ലാതെ പുതുതായിട്ട് ഉണ്ടാക്കിയതല്ല ഇതൊന്നും. ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്ന കോട്ടൂറിൻ്റെ പ്രത്യേകതയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ എടുത്ത് എണ്ണപ്പെട്ട സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കോട്ടൂർ എന്ന് പറഞ്ഞത്. ഇവരതിനെ ഇപ്പോൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് സെറ്റപ്പൊക്കെ നടത്തി എന്നല്ലാതെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ കോട്ട നിർമ്മിച്ചത് കണ്ടില്ല നിങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ഫുള്ള് പ്ലാനിങ് ആണ്. പഴയ മാർക്കറ്റാണ്, കോട്ടൂർ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റാണ്. അതായത് ആ മലഞ്ചരുവിലാണ് മാർക്കറ്റ്. ഫുള്ള് നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് മാർക്കറ്റ്. 1944 ആ സമയത്താണ് ഇവിടുത്തെ ആ ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ് കേട്ടത്. അപ്പോൾ ഇവിടെയാണ് അന്നത്തെ മാർക്കറ്റും നിയന്ത്രണങ്ങളും പിന്നെന്താ ഗവൺമെൻറ് സ്ഥാപനങ്ങളും ക്ലോക്കൊക്കെ കണ്ടില്ലേ. അപ്പം അതൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. ഇപ്പം അത് കോഫി ഷോപ്പ് ആക്കിയിട്ട് ഭയങ്കര ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഈ മഴക്കാലത്ത് രാവിലെ വന്ന് ഇരുന്നിട്ട് ബീർ വേണ്ടിയൊരു ബീർ കുടിക്കും, കോഫി വേണ്ടിയൊരു കോഫി കുടിക്കും, സിഗരറ്റും വലിച്ചു കുത്തിരിക്കും. നമ്മളെ നാട്ടിൽ അങ്ങനെ എൻജോയ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, പാളീസായി പോലും നമ്മൾ. പക്ഷേ ഈ തണുപ്പത്തും ഈ മഴയത്തും ഇവിടുത്തെ ഈ കാഴ്ചയും ഇത് ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. സംഭവം നമുക്ക് തണുക്കുന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂമെൻ്റാണ് ഇവിടെ. ഇത് നമ്മൾ ഓട്ടോമൻ കാലങ്ങളിലുള്ള ഒരു രീതിയാണ് ഈ നിർമ്മിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ. മാർക്കറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചെറിയ റോഡുകൾ, ഇടുങ്ങിയ റോഡുകളായിരിക്കും. അപ്പോൾ അത് ഒക്കെ ഓട്ടോമൻ സിസ്റ്റമാണ്. ഓട്ടോമൻ്റെ മാർക്കറ്റുള്ള കാലങ്ങളിൽ, ഓട്ടോമൻ്റെ ഭരണകാലങ്ങളിൽ മാർക്കറ്റുകളൊക്കെ ഭയങ്കര ടൈറ്റായിരിക്കും, ചെറിയ റോഡുകളായിരിക്കും. നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും അത്.
ഇവിടെയൊക്കെ ട്രഡീഷണലായിട്ടും നമ്മൾ സോവനിയർ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഡ്രസ്സ്, ഇവരുടേതായ ഡ്രസ്സുണ്ട്, ഇവരുടേതായ ലൈറ്റുകളുണ്ട്, ഇവർക്ക് പല ഓൺ പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ ഇവർക്ക്. യുഗോസ്ലാവിയൻ്റെ കാലഘട്ടത്തിൽ മോണ്ടിനിഗ്രോ ഭാഗങ്ങളിലും നമ്മളെ സ്ലൊവേനിയ അങ്ങനെ ഏതോ ഒരു ഭാഗങ്ങളിലും ഇവർ ഭയങ്കര ട്രഡീഷണലായിട്ട് ഫാഷനറ്റിക് ആയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ വേൾഡിൽ ഇറക്കിയ ആൾക്കാരാണ്. ഇത് കോട്ടൂരിൻ്റെ ആ കാലഘട്ടത്തിലുള്ള ഒരു ഭരണസിരാ കേന്ദ്രം കേട്ടോ. അത് യുഗോസ്ലാവിയൻ്റെ കാലഘട്ടത്തിലായിരിക്കാം. ഇവിടെ നമ്മൾ കോഫി എന്ന് പറയുന്നത് കുറേ കോഫി ഷോപ്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ഇത്രയും കോഫി ഷോപ്സ് എന്ന്. ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേഷൻ ഒരു വെറൈറ്റിയാണ്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒരു വെറൈറ്റിയാണ് എന്നല്ലാതെ കോഫിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ, നമുക്ക് കിട്ടുന്ന സിറ്റുവേഷന്, അതിനുള്ള ഒരു എന്താ പറയുക ആർട്ട് വർക്കുകൾ, ഇതിനൊക്കെയാണ് ഡിഫറെൻറ്റ് ഓരോ കോഫി ഷോപ്സും തമ്മിൽ. ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഐസ്ക്രീം സെൻ്ററാണ്. അപ്പോൾ ഇത് ഇവിടെ കോട്ടൂർ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ. ഇവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുത്തു തരണം കേട്ടോ. അത് കറക്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള സംഗതി കൂടിയാണ്. ഇനിയാണ് നമ്മൾ മാർക്കറ്റിൻ്റെ പ്രധാന സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു ഗുഹേൻ്റെ അകത്തേക്ക് നമ്മളിവിടെക്കോ ഉള്ളോട്ട് പോകാമെന്നല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഇത് കടന്നുകൊണ്ട് കഴിഞ്ഞാൽ അറിയാം അടുത്ത സ്റ്റെപ്പ് കയറിയിട്ട് മാർക്കറ്റ് ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. ഇതിപ്പം സീസൺ അല്ലാത്തത് കൊണ്ട്, സമ്മർ അല്ലാത്തത് കൊണ്ട് ഇവർ ഈ സമയത്ത് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ സമ്മർ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ സെറ്റായിരിക്കും കേട്ടോ. ഇവർ ടൂറിസത്തിന് ഇവർ 6 മാസം കൺസ്ട്രക്ഷൻ പോലും നിർത്തി വെക്കും ടൂറിസത്തിന് വേണ്ടിയിട്ട്. അതായത് ആ സമ്മർ പീരീഡിൽ ഇവർ കൺസ്ട്രക്ഷൻ പോലും എവിടെയും നടക്കാൻ സമ്മതിക്കില്ല. അത്ര ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഭരണസിരാ കേന്ദ്ര കാലഘട്ടത്തിലുള്ള ഒരു റോഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അതിൻ്റെ നമ്മൾ നേരത്തെ വന്ന വഴിയിലൂടെയാണ് പിന്നെ മറ്റൊരു റോഡുള്ളത്. ഇത് കണ്ടില്ലെങ്കിൽ കോട്ടൻ്റെതൊക്കെ ഇതൊരു എന്താ പറയുക, നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ഇതാണ്. പാറൻ്റെ മുകളിൽ നമ്മളെന്തോ ഉണ്ടാക്കിയതുപോലെ തോന്നും നമുക്ക് എപ്പോഴും. അതാ അന്നത്തെ ആർക്കിടെക്ചറൽ സിസ്റ്റമാണത്. കുറച്ചൊക്കെ മഴ കൊള്ളാൻ നല്ല രസമാട്ടോ. പക്ഷേ കുറേ ആകുമ്പോൾ നമുക്ക് വെറുപ്പിക്കലാവും. ഷൂ നനഞ്ഞ് ഡ്രസ്സ് നനഞ്ഞ് എല്ലാം കൂടി ഇതാവും. കാഴ്ചകൾ കണ്ടില്ല നിങ്ങൾ, ലോങ് വ്യൂ എന്നൊക്കെ നമുക്ക് നല്ല കാഴ്ചകളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് ക്യാമറയിൽ വെള്ളമൊക്കെ വന്ന് നിങ്ങൾക്ക് ശരിക്കും മര്യാദയ്ക്ക് വൃത്തിയായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഞാൻ കഴിയുന്നത്ര തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന പർവ്വതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാർബിൾ, ഇറ്റാലിയൻ മാർബിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല, ആ വൈറ്റ് കളറ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതൊക്കെ ഇറ്റലിയിലുണ്ട്. അതേപോലെ ഇത് ഇറ്റലീൻ്റെ തൊട്ടടുത്താണല്ലോ, ഓപ്പോസിറ്റ് സൈഡാണല്ലോ ഈ പാറകൾ, ഈ പർവ്വതങ്ങൾ. ശരിക്കും നമ്മൾ ആ എന്തിൻ്റെ മാർബിളിൻ്റെ, ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഈ കോട്ടൂർ യാത്ര പ്രത്യേകമായിട്ട് എടുത്തത് തന്നെ എന്തുകൊണ്ടാണെന്ന് പറയണ്ടേ, കോട്ടൂർ അത്രയും ടൂറിസ്റ്റിന് ഫേമസ് ആയ സ്ഥലം. നിങ്ങൾ മോണ്ടിനിഗ്രോ പോകുന്നുണ്ടെങ്കിൽ ബുധവാർ പറയുന്നത് പോലെ തന്നെ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലം അത്ര ഭംഗിയും അത്ര സൗകര്യങ്ങളും ടൂറിസ്റ്റുകൾക്ക് അത്ര വെൽക്കമിങ് ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് എടുക്കാനുണ്ടായ കാരണവും. പിന്നെ മഴ വല്ലാതെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് എനിക്കത് ശരിക്കും കളർഫുൾ ആക്കാൻ പറ്റാഞ്ഞത്. അടുത്തൊരു സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും വിശദമായിട്ട് എടുക്കട്ടോ കോട്ടൂരിനെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് മഴേൻ്റെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മഴ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവും, ഞാനും ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോട്ടൂർ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കുക. നിങ്ങൾ ഓർമ്മ വെക്കുക, കോട്ടൂർ എന്ന് പറഞ്ഞത് മോണ്ടിനിഗ്രോയിലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ടൂറിസ്റ്റ് പ്ലേസിൽ കോട്ടൂർ കേട്ടോ. ഓർമ്മ വെച്ചോളൂ. നമ്മളെ നാട്ടിലെ പേര് പോലല്ലേ, നാട്ടിൽ ഇതുപോലത്തെ പേരിൽ ഞാൻ എവിടെയോ സ്ഥലം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്.